ദൈവം ഏറ്റെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ കസർണ കാണാം. ബൈബിൾ എന്തിനാ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗോലിയാത്തിനെ കൊന്ന് ദാവീദിനെ പഠിക്കാൻ വേണ്ടിയാണ്. ആ ഒരു കാര്യം അതാണ്. അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നീ ഗോലിയാത്തിനോട് ദാവീദ് പറയുന്നില്ലേ, എന്താ പറയണത്? നീ കുന്തവും വാളുമായിട്ട് എന്നെ നേരിടുന്നു. ഞാൻ എൻ്റെ ദൈവമായ കർത്താവിലാണ് നിൻ്റെ അടുത്തേക്ക് വരുന്നത്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ്. ഇത് ഒരു വലിയ ബന്ധമാണ് ശരിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് നേടിയെടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയും ജെറുസലേം സ്ഥാപിച്ചതോ അതിൻ്റെ ചക്രവർത്തി ആയതോ സോളമനെപ്പോലൊരു മകൻ്റെ പിതാവായതോ ഒന്നുമല്ല. മറിച്ച് ദാവീദ് ദൈവത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയായി ദാവീദ് ദൈവസ്നേഹത്തിൽ വളർന്നു അപ്രതിരോധ്യമായ ആധ്യാത്മികതയുടെ ആളുരൂപമായി മാറി. മുൻപ് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഈ നോൻപിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചിന്തയും ധ്യാനവും നോൻപിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആശ അടക്കങ്ങളും എല്ലാം അപ്രതിരോധ്യമായ ആധ്യാത്മികതയുടെ ആൾരൂപങ്ങളായിട്ടും അഭിഷേക രൂപമായിട്ടും ദൈവം നമ്മളെ മാറ്റട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമേൻ.